ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ തന്നെ വേറിയ തിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല സമയം, വിശേഷാൽ കർത്താവിന്റെ വചനവുമായി രാവിലെ സമയം ദൈവജനത്തോട് ചേർന്നായിരിക്കാൻ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വിശേഷാൽ ഈ പ്രത്യേക ഈ ടീമിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു പ്രാവശ്യം കർത്താവിന്റെ ദാസൻ ആമേൻ ഹല്ലേലൂയ അവസരത്തെ ഇവിടെ ഇതിനകത്ത് പ്രസംഗിപ്പാൻ എനിക്ക് അവസരത്തെ ഒരുക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. അതിനുശേഷം വീണ്ടും ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വലിയ മുഖാന്തരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസ സുനിൽ പാസ്, കർത്താവിന്റെ ദാസന്റെ കുടുംബം, ഈ പ്രഭാതത്തിൽ ഈ മീറ്റിങ്ങിൽ ആൻജോയിനായിരിക്കുന്ന എല്ലാ ബഹുമാന്യ വിശ്വാസികൾ, കർത്താവിന് വിലപ്പെട്ട ദാസന്മാർ, യുവദാസിമാർ, മാതാപിതാക്കന്മാർ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാവിലെ സമയം ആമേൻ ഹല്ലേലൂയ പ്രകാരം ക്രിസ്തുവിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രിയ സന്തോഷമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 2022 ഏതാണ്ട് ഹല്ലേലൂയ ആഗസ്റ്റ് മാസം, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയങ്ങളിലാണ് ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസ സുൽപാസുമായി ഞങ്ങൾ പരിചയപ്പെടുവാനിടയാകുന്നത്. ആമേൻ. ഇതുപോലെ മറ്റൊരു കർത്താവ് ദേവദാസന്റെ സുഹൃത്തായിരിക്കുന്ന മറ്റൊരു ദേവദാസന്റെ സൂം മീറ്റിംഗിൽ ഇങ്ങനെ വചനം സംസാരിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ പരിചയപ്പെടുവാനിടയായി. എന്നാൽ ആ മീറ്റിങ്ങിന് ശേഷം വീണ്ടും പെട്ടെന്ന് ഏതാണ്ട് രണ്ട് മാസത്തിനകം തന്നെ ആമേൻ പെട്ടെന്നാണ് എൻ്റെ കുഞ്ഞിന് അസുഖമായിട്ട് ഞങ്ങൾ RCCയിലേക്ക് വരുവാനിടയായത്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആ സമയത്ത് RCC വന്നതിന് ശേഷം ആ സമയത്ത് കർത്താവിന്റെ ദാസന് ആമേൻ പെട്ടെന്ന് വിളിക്കുകയും ദാസന്റെ ഹല്ലേലൂയ സ്തോത്രം അവർ താമസിക്കുന്നിടത്ത് ഞാൻ കടന്നു ചെല്ലുകയും ദാസൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആമേൻ ഹല്ലേലൂയ ആ കുഞ്ഞിന്റെ സീരിയസ് ആയിട്ട് കിടന്ന സമയത്തെല്ലാം അഭിഷിക്തന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന മാത്രമല്ല അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, ആഹാരങ്ങളൊക്കെ ദേവദാസന്റെ അവിടെ നിന്ന് ക്രമീകരിച്ച് തരുവാനിടയായി. അതെല്ലാം ആമേൻ ഹല്ലേലൂയ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ പിന്നീട് കണ്ടപ്പോൾ എൻ്റെ ആമേൻ മകളുമായിട്ട് വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് RCC വെച്ച് തന്നെ അകത്ത് വെച്ച് തന്നെ കാണുവാൻ കഴിഞ്ഞു. എന്നാണ് പാസ്റ്റർ കുഞ്ഞിനെ കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം മരണത്തിൽ നിന്ന് അവളെ വിടുവിച്ച് ആമേൻ ഹല്ലേലൂയ ദൈവിക വിടുതലിന്റെ ആ സൗഖ്യത്തിന്റെ ആമേൻ അനുഭവിച്ചത് കർത്താവിന്റെ ദാസനെ നേരിട്ട് കാണുവാൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാനെല്ലാം ദൈവം സഹായിച്ചു. ഈ രാവിലെ സമയവും ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ ആമേൻ ഞാനൊരു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് ഈ രാവിലത്തെ സമയത്ത് അല്പസമയത്തെ ചിന്തിക്കാൻ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഹല്ലേലൂയ. കാരുണ്യവാനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അരുമനാഥന്റെ കരത്തിലേക്ക് അടിയനെയും ശേഷാൽ ദൈവമേ ഹല്ലേലൂയ ഈ ലൈവിലായിരിക്കുന്ന ഓരോ ദൈവജനത്തെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ ഇപ്രകാരം കർത്താവിന്റെ വചനമായി നിന്റെ കുഞ്ഞുങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ ദൈവമേ വചനം നിന്റെ കുഞ്ഞുങ്ങളുടെ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അയച്ചവന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല എന്ന് വചനത്തിലുണ്ടല്ലോ. ദൈവമേ പ്രഭാതത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ വിദൂരെ പലയിടങ്ങളിലായിരുന്ന കർത്താവേ ഈ മീറ്റിംഗ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ കണക്ട് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം, ആ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ജനത്തോട് ഇടപെടുമാറാകണം. അടിയന്റെ കുടുംബത്തെയും എല്ലാം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ കൃപയും ഞങ്ങളെ പുതിയും കർത്താവിന്റെ വരവിനായി ദൈവമേ തിരുവചനത്തിന്റെ അനുഗ്രഹമേറിയ ചിന്തകളെ ദൈവം ഞങ്ങൾക്ക് നൽകി തരുന്നതേക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം.
പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനാകുന്ന പൗലോസ്, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ അപ്പോസ്തലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പൗലോസ്, ഹല്ലേലൂയ, ഗില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ പാദവിടെ ഇരുന്ന് ന്യായപ്രമാണം പഠിച്ച പൗലോസ്, ഹല്ലേലൂയ, ബെന്യാമീൻ ഗോത്രക്കാരനായ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറയുന്ന ആമേൻ ഹല്ലേലൂയ ശുഷ്കാന്തി നിമിത്തം സഭയെ ഉപദ്രവിച്ചവനെന്ന് പോലും പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു മാനപാത്രമായി തീർന്ന അപ്പോസ്തലനായ പൗലോസ് ആമേൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തെയാണ് ഞാൻ അല്പസമയം നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, കർത്താവായ യേശു കർത്താവ് ആമേൻ സ്വർഗാരോഹണം ചെയ്യുവാൻ താൻ അവസാനമായി ഒലിവുമലയിലായിരിക്കുമ്പോൾ ആമേൻ തന്റെ ശിഷ്യന്മാർക്ക് ആമേൻ ഹല്ലേലൂയ സ്തോത്രം കേഭാവിന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആമേൻ ഹല്ലേലൂയ 500-ൽ പരം ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കെല്ലാം ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷനായി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എമ്മൗസിലേക്ക് പോയ ആമേൻ ഹല്ലേലൂയ ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷനാകുന്നു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഓരോരുത്തർക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷനായ കർത്താവ് അവരുടെ നടുവിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നത് പിതാവിന്റെ അടുക്കലേക്ക് കരേറി പോകുന്ന ആ സമയം ഹല്ലേലൂയ യേശു കർത്താവ് അവരോട് അവസാനമായി പറഞ്ഞൊരു പദമുണ്ട്. ആ പദം ഇപ്രകാരമാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആമേൻ. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അവിടെ എങ്ങനെയാണ് യേശു പറഞ്ഞത്? നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഹല്ലേലൂയ. യേശു കർത്താവ് അവിടെ പറയുന്നത് ഞാൻ പറഞ്ഞ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി. ഹല്ലേലൂയ. എന്താണ് യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തം? എന്താ യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തം? ഇപ്രകാരമാണ്: ഞാൻ കരേറിപ്പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വരും. ആ കാര്യസ്ഥനെ കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഹല്ലേലൂയ. എന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിക്കുവാൻ അവരോട് കർത്താവ് പറയുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നമ്മൾ തിരുവചനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിനെ പഠിക്കുമ്പോൾ നമ്മൾ വ്യത്യാസമായി ചിന്തിക്കുകയല്ലെങ്കിലും തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത് യഹോവ അഡോണ എന്ന ആ ഒരു നാമത്തെ നമുക്കവിടെ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. എന്നാൽ കൃപായുഗത്തിലേക്ക് വരുമ്പോൾ BC 4-ാം നൂറ്റാണ്ടിൽ കൃപായുഗത്തിലേക്ക് വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ കൃപായുഗത്തിന്റെ അവസാന സമയം, ആമേൻ ന്യായപ്രമാണ യുഗത്തിന്റെ അവസാന സമയം, കൃപായുഗം ആരംഭിക്കുന്ന സമയം, ആമേൻ BC 4-ാം നൂറ്റാണ്ടിൽ ആമേൻ ഹല്ലേലൂയ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നു. നോക്കിക്കേ, അത് കഴിഞ്ഞ് ആമേൻ ഹല്ലേലൂയ കൃപായുഗം ആരംഭിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനത്തോടു കൂടെയാണ്. ആമേൻ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അഡോണായി അഥവാ യഹോവ യാഹൂവ എന്നുള്ള ആ ഒരു നാമം കാണുവാൻ കഴിയുമ്പോൾ പുതിയ നിയമത്തിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ അവിടെ ആമേൻ ഹല്ലേലൂയ സർവശക്തനാകുന്ന കർത്താവിനെ അഥവാ ദൈവം വീണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ആമേൻ അരുമനാഥനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ആമേൻ ഹല്ലേലൂയ. ആ കർത്താവും അവരിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം വചനപ്രകാരം ആമേൻ ഹല്ലേലൂയ പാപപരിഹാര ബലിക്ക് ആമേൻ കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് താൻ മരിച്ച് അടക്കം ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ തന്റെ ശിഷ്യന്മാരുടെ കൂടെ താൻ ആയിരിക്കുമ്പോഴും താൻ പറയുന്ന ഒരു ഭാഗം: നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ആമേൻ. നമുക്കറിയാം, ഒരു ദിവസത്തെ വഴിദൂരം നടന്നു ചെന്ന് ഏകദേശം 120 പേരടങ്ങുന്ന ഒരു സംഘം ആമേൻ മർക്കോസിന്റെ മാളിക മുറിയിൽ ആത്മാവിന് വേണ്ടി കാത്തിരുന്നു. അവർക്ക് അവനെ കുറിച്ചൊന്നും അറിയത്തില്ല.
കർത്താവ് പറഞ്ഞ ആ ഒരു ഇതിനു വേണ്ടി അവർ കാത്തിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അവിടെ എലിശലേമിന്റെ ആമേൻ ഹല്ലേലൂയ ആ ദേവാലയത്തിൽ പെരുന്നാൾ നടക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ ആ പെരുന്നാൾ ഒരു കൂട്ടം മാത്രം ആമേൻ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ജനമേ, ആ വാഗ്ദത്തം ഏതാന്ന് തിരുവെടുത്ത് ശക്തമായി വെളിപ്പെടുത്തുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. കൊടിയ മുഴക്കം പോലെ, ആമൻ വലിയ ശബ്ദം പോലെ, ആമൻ ഹല്ലേലൂയ വലിയ ഒരു ആമൻ മുഴക്കം അവരിരുന്ന മുറിക്കകത്തുണ്ടായെന്നും, ആമൻ ഹല്ലേലൂയ അഗ്നിജ്വാലയ്ക്ക് ആമൻ പിളർന്ന നാവുകൾ അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു, ശബ്ദം അവരുടെ കാതുകൾ കൊണ്ട് കേട്ടു. അതിനകത്തുണ്ടായ അത് അവരുടെ ആമൻ നാസാരദ്രത്തായവർക്ക് മണത്തറിയുവാൻ കഴിഞ്ഞു. ആമൻ ഹല്ലേലൂയ അവരുടെ ത്വക്കിലത് പതിഞ്ഞു എന്ന് വായിക്കുന്നു. തീർന്നില്ല. അവസാനം എല്ലാവരും നാവെടുത്ത് അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അഥവാ ആമൻ ഹല്ലേലൂയ യേശു കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്തം ഏതാണ്? വാഗ്ദത്തം പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തം ആമൻ ഹല്ലേലൂയ ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ആമൻ കർത്താവ് ഉയരത്തിലേക്ക് കയറിപ്പോയി. ആമൻ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഒന്നുകൂടെ ഇറങ്ങി. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പുതിയ നിയമം ആമൻ യഹോവ അഡോണ എന്നൊരു നാമത്തെ ചുറ്റി നിൽക്കുമ്പോൾ, ആമൻ പുതിയ നിയമം യേശു ക്രിസ്തു അഥവാ ആമൻ ഹല്ലേലൂയ കർത്താവ് ആമൻ ഹല്ലേലൂയ എന്ന ആ ഒരു നാമത്തിലേക്ക് വരുന്നു. യേശു കർത്താവ് ഇവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് കയറി പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക്, അഥവാ കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആമേൻ ഹല്ലേലൂയ കർത്താവ് അവരുടെ നടുവിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഉയർത്തെഴുന്നേറ്റ് പോകുന്നതാ. ആമേൻ കർത്താവ് പിതാവിന്റെ അടുക്കൽ ചെല്ലേണ്ടവനാണെന്നുള്ള ആ തിരിച്ചറിവോടുകൂടി പലപ്പോഴും താൻ പറയുമ്പോൾ ആമേൻ യേശു പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ആമേൻ എന്നല്ല അവിടെ കർത്താവ് പറയുന്ന ഭാഗം. ആമേൻ ആ കർത്താവ് ആമേൻ തന്റെ ജനത്തിന്റെ അടുക്കൽ നിന്ന് പിതാവിന്റെ അടുക്കലേക്ക് കയറി പോകണം. പക്ഷെ യേശു പറയുകയാണ്, എങ്കിലും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആമേൻ കർത്താവ് പറയുന്നു, ആ അനാഥരായി വിടാത്തതിന് പറഞ്ഞതിന്റെ പദം ഇതാണ്. ആമേൻ ഹല്ലേലൂയ ഞാൻ കരേറിപ്പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുകയാണ്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിന്റെ ആദ്യ ഭാഗം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ഇങ്ങനെയാണ് ഹല്ലേലൂയ സ്തോത്രം എന്നാൽ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് യേശു കർത്താവ് പറഞ്ഞതിന്റെ അതിന്റെ പിൻപിൽ ഒരു വലിയ ആമേൻ സത്യം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആത്മശക്തി ആമേൻ തന്റെ വെറും സാധാരണക്കാരായ ആമേൻ തന്റെ ജനത്തിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ട് അസാധാരണ ദൈവപ്രവർത്തികൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഞാൻ ഈ രാവിലെ സമയം ആമേൻ തന്റെ ജനത്തോട് ഇപ്രകാരം ദൂത് കൈമാറുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നമ്മെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ കേവലം ഹല്ലേലൂയ നമ്മെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത് ആത്മാവ് ആമേൻ അധികമായി നമ്മെ കൊണ്ട് ചെയ്യിക്കുവാൻ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് ഈ രാവിലെ സമയം നമ്മുടെ മേൽ വ്യാപരിക്കുമാറാകട്ടെ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആ ആത്മശക്തി പ്രാപിച്ച ആ ആത്മശക്തിക്ക് ആദ്യ കാലഘട്ടം എതിര് നിന്ന് ആമേൻ ഈ മാർഗക്കാരെ കൊന്നുമുടിക്കാൻ വന്ന ഒരു തർസോസുകാരനാകുന്ന ഒരു ശൗലിനെ നമുക്ക് പരിചയപ്പെടുവാൻ കഴിയുന്നു. ആ ശൗലിനെ ഈ മാർഗത്തിനകത്തേക്ക് ദൈവം കൊണ്ടുവന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു സ്തേഫാനോസ് കല്ലേറ് കൊണ്ട് കൽക്കൂമ്പാരമായി സ്തേഫാനോസ് ഈ ഉലകത്തിൽ നിന്നില്ലാതായി മാറുമ്പോൾ സ്തേഫാനോസിനെ എറിയുവാൻ വന്ന ആമേൻ യഹൂദന്മാരുടെ വസ്ത്രം പിടിച്ചുകൊണ്ട് നിന്ന അഥവാ അപ്പോസ്തല പ്രവൃത്തി 8:1 വായിക്കുന്നു. ആമേൻ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അഥവാ ഹല്ലേലൂയ സ്തേഫാനോസിനെ കൊല്ലുവാൻ കൂട്ടുനിന്ന ഒരു ശൗലിനെ
ആ സ്ഥാനത്തേക്ക് സ്തേഫാനോസിന് പകരമായി അടുത്ത ഒരു അപ്പോസ്തലനായി ദൈവം കണ്ടു. ആ കർത്താവിന്റെ ദാസനാകുന്ന ശൗലിനെ 9-ാം അധ്യായത്തിൽ പിടിക്കുന്നു. ശൗലിന്റെ മാനസാന്തരം. ശൗൽ ആത്മശക്തി പ്രാപിച്ചു. അറേബ്യൻ മരുഭൂമിയിലോ ദൈവത്തിന്റെ പാതപടിയായിരുന്നപ്പോൾ ആത്മശക്തി പ്രാപിച്ച് അവിടെ മുതൽ ആരംഭിച്ച പൗലോസിന്റെ യാത്ര നീറോ കൈസറിന്റെ ഈർച്ചവാളിന് മുൻപിൽ അവസാനിക്കുമ്പോൾ ദൈവത്തിന്റെ ജനമേ, പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ദമസ്കോസിൽ വെച്ച് ആരംഭിച്ച പൗലോസിന്റെ യാത്ര അവസാനിക്കുന്നത് നീറോ കൈസറിന്റെ വാളിന് മുൻപിലാ. പക്ഷെ അവിടം വരെയും പൗലോസിനെ നയിച്ച ഒരാത്മസാന്നിധ്യം, പൗലോസ് പ്രാപിച്ച ഒരാത്മസാന്നിധ്യം. പരിശുദ്ധാത്മൂർണനായ പൗലോസ് ആത്മശക്തിയോടുകൂടി കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ താൻ എഴുതുന്ന ഒരു പദവി പ്രകാരമാണ് ഈ ശക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് അത്യന്ത ശക്തിയാണ്. അടുത്തത്, ഈ ശക്തി നമ്മുടെ സ്വന്തം എന്നല്ല, അത് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് പകർന്നുള്ളത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഥവാ ഈ ആത്മസാന്നിധ്യത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ഈ ആത്മശക്തി, ഈ അത്യന്ത ശക്തി, ഈ നിക്ഷേപം ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നത് ഒരു മൺപാത്രത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ. മൺപാത്രത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: ദൈവത്തിന്റെ ജനമേ, ഞാനും നിങ്ങളും മൺപാത്രങ്ങളാണ്. ഏതു സമയത്തും ഉടഞ്ഞു പോകാമെന്ന വെറും മൺപാത്രം. എന്നാൽ ഇന്ന് രാവിലെ സമയം ഞാൻ ആ മൺപാത്രം എന്നൊരു ചെറിയൊരു വിഷയത്തെ, അഥവാ പാത്രം എന്നൊരു വിഷയത്തെ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ അത്യന്ത ശക്തി പകർന്നിരിക്കുന്ന ഈ മൺപാത്രമാരാ? അത് ഞാനും നിങ്ങളുമാണെന്ന് തിരുവെടുത്ത് ശക്തമായി നമുക്ക് ഉറപ്പ് തരികയാണ്. കർത്താവിന്റെ ദാസനാകുന്ന പൗലോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്. സ്തോത്രം. ആ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം 9-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. വാക്യം ഇപ്രകാരമാണ്. ഹല്ലേലൂയ. നീ പോകാം, അവനെ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഹല്ലേലൂയ. പൗലോസിനെ കുറിച്ച് അനന്യാസിനോട് യേശു കർത്താവ് പറയുകയാണ്, നീ പോകാം. ഹല്ലേലൂയ. എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരുന്ന ഒരു പാത്രമാകുന്നു. ഹല്ലേലൂയ. രാവിലെ സമയം ദൈവത്തിന്റെ ജനമേ, അത്യന്ത ശക്തിയായ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ നാമാകുന്ന മൺപാത്രങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. മൺപാത്രത്തിന്റെ ഏറ്റവും പ്രാധാന്യത ഇത് വേഗത്തിൽ ഉടഞ്ഞു പോകുന്നതാ. സൂക്ഷിച്ചില്ലെങ്കിൽ ഉടഞ്ഞു പോകുന്നതാണെന്ന് കാണുവാൻ, അതുപോലെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മൺപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനെത്രത്തോളം നമ്മൾ കെയർ ചെയ്യാമോ അത്രത്തോളം കെയർ. അതുപോലെ തന്നെയാണ് നാം ആകുന്ന മൺപാത്രങ്ങൾ. നാം ആകുന്ന പാത്രത്തിലാണ് ഈ ആത്മശക്തി പകർന്നിരിക്കുന്നത്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസനാകുന്ന യിരെമ്യാവിനെ ദൈവം അയച്ചത് ഒരു കുശവന്റെ വീട്ടിലേക്കാണ്. യിരെമ്യാവിന്റെ പ്രവചനം 18:1 വരുമ്പോൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: യിരെമ്യാവിനെ ഒരു കുശവന്റെ വീട്ടിലേക്ക് അയക്കുന്നു. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങൾ അറിയിക്കുമെന്ന് കാണുവാൻ കഴിയുന്നു. അവിടെ ഇപ്രകാരമാണ് കാണുന്നത്. യിരെമ്യാവ് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ വാക്കുകൾ യിരെമ്യാവ് കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കുശവൻ ചക്രത്തിന്റെ മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന വചനം കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ജനമേ, ഞാൻ ചിന്തിക്കുന്ന വിഷയം അത്യന്ത ശക്തി പകർന്നിരിക്കുന്ന
ഈ പാത്രങ്ങളെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആമൻ ദൈവത്തിന്റെ ദാസനാകുന്ന ഇരമ്യാവ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ആമൻ കുശവന്റെ വീട് തേടിപ്പോകുന്ന ഇരമ്യാവ് ആമൻ കുശവന്റെ വീട് തേടി ചെന്ന് കുശവന്റെ വീട് തേടി കണ്ടുപിടിക്കുമ്പോൾ, ആമൻ ഹല്ലേലൂയ സ്തോത്രം, കുശവൻ ചക്രത്തിന്റെ മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണുവാൻ നമുക്ക് ആമൻ ഈ പാത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മറ്റൊരു ഭാഗമുണ്ട്. ആമൻ ഹല്ലേലൂയ ആദിമ മനുഷ്യൻ കണ്ടുപിടിക്കുവാൻ വേണ്ടി, അഥവാ ആദിമ മനുഷ്യന്റെ ആരംഭകാലത്ത്, അഥവാ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏതാണ്ട് ദൈർഘ്യം, ആമൻ ഹല്ലേലൂയ സ്തോത്രം, ഭൂമിയുടെ പഴക്കം എന്ന് പറയുന്നത് 7000 വർഷത്തെ പഴക്കമാണ് പറയുന്നത്. ആ BC 4000, BC 5000, BC 3000 വരുമ്പോൾ മനുഷ്യന്റെ ആമേൻ പുരോഗമന കാലഘട്ടത്തിലേക്ക് വരികയാണ് മനുഷ്യൻ. ആദിമ മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ മൃഗങ്ങളെ മെരുക്കി വളർത്തുകയും കല്ലുകൾക്കും കമ്പുകൾ കൊണ്ടും ആയുധങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു പരുവത്തിലേക്ക് മനുഷ്യൻ വരുന്നു. തീർന്നില്ല, മനുഷ്യൻ പിന്നീട് കണ്ടുപിടിക്കാനുള്ള ത്വര അവനിലേക്ക് വരുന്നു. ഏതാണ്ട് നിയോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. അഥവാ ഹല്ലേലൂയ നവീന ശിലായുഗത്തിൽ മനുഷ്യൻ കണ്ടുപിടുത്തത്തിലേക്ക് വരികയാണ്. മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിൽ ഒന്നാമത് അവൻ കണ്ടുപിടിച്ചത് ചക്രങ്ങളാണ്, രണ്ടാമത് അവൻ കണ്ടുപിടിച്ചത് നെയ്ത്ത, മൂന്നാമത് കണ്ടുപിടിച്ചത് പാത്രങ്ങളാണ്. ആമേൻ ഹല്ലേലൂയ നിയോലിത്തിക് കാലഘട്ടത്തിൽ മനുഷ്യൻ പാത്രങ്ങൾ കണ്ടുപിടിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരമ്യാവിനെ ദൈവം അയക്കുന്നത് കുശവന്റെ വീട്ടിലേക്കാണ്. ആമേൻ കുശവനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ ഹല്ലേലൂയ ആർക്കും വേണ്ടാതെ കിടക്കുന്ന കളിമണ്ണിനെ പാത്രമാക്കുന്ന ഒരു കുശവനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. ഇവത്തിന്റെ ജനമേ, ഞാൻ ഇപ്രകാരം പറയാറുണ്ട്, ആമേൻ കുശവൻ ആൾപ്പാർപ്പില്ലാത്തൊരു ദേശത്തേക്ക് കടന്നുപോയി തന്റെ കാലിന്റെ ചവിട്ടേൽക്കുന്ന മണ്ണിൽ നിന്നുകൊണ്ട് ആമൻ താൻ ആ മണ്ണിനെ വെട്ടിയെടുക്കുമ്പോൾ, ആമൻ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ ജനമേ, ആമൻ കുശവന്റെ വെട്ടേൽക്കുന്ന കളിമണ്ണ് ആമൻ കരയുന്നതായി ഒരുപക്ഷെ നമുക്ക് അതിനെ ഭാവനയായി കാണുമ്പോൾ, ആമൻ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ കളിമണ്ണ് കുശവന്റെ വെട്ടേറ്റ് കരയുന്ന കളിമണ്ണിനെ കുശവൻ എടുത്ത് തന്റെ കുട്ടയിൽ വെച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, കുട്ടയിൽ ഇരുന്ന് കുശവന്റെ വെട്ടേറ്റ് കിടന്ന് കരയുന്ന കളിമണ്ണ് ആമൻ ആ കളിമണ്ണിനെ തന്റെ വീട്ടിൽ തന്റെ മുറ്റത്തേക്ക് എടുത്തെറിയുന്ന ഒരു ഭാഗമുണ്ട്. ആമൻ കുശവന്റെ ഏറേറ്റ് കടന്ന് കരയുന്ന കളിമണ്ണ്, ആ എറിയുന്ന കളിമണ്ണ് അവിടെ കിടന്ന് കരയുന്ന കളിമണ്ണിലേക്ക് ആമൻ അല്പം വെള്ളമൊഴിക്കുമ്പോൾ അതൊരു ആമൻ കുശവൻ അതിനെ കുഴച്ച് തന്റെ പരുവത്തിലാക്കുമ്പോൾ കുശവന്റെ ചവിട്ടേറ്റ് കിടന്ന് കരയുന്ന കളിമണ്ണ് ഒന്ന്, കുശവന്റെ വെട്ടേറ്റ കളിമണ്ണ്, കുശവൻ എറിയുന്ന ഏറേറ്റ് കിടക്കുന്ന, കുശവൻ ചവിട്ടി കുഴയ്ക്കുന്ന ആ ഭാഗത്ത് കിടന്ന് കരയുന്ന കളിമണ്ണ്. ആമൻ തനിക്ക് ഉപയോഗപ്രദമാകുന്ന പരുവത്തിലേക്ക് കളിമണ്ണിനെ കൊണ്ടുവന്നിട്ട് താൻ ചക്രത്തിലെടുത്ത് വെച്ച് അതിനെ സ്പീഡിൽ കറക്കുവാൻ തുടങ്ങുകയാണ്. കളിമണ്ണ് കടന്നു പോകാത്ത ഒരു മേഖലയാണ് ചക്രത്തിനകത്തൂടെ എന്ന് പറഞ്ഞാൽ, ആ ഒരു മേഖലയിലൂടെ കളിമണ്ണ് കടന്നു പോയിട്ടില്ല. പക്ഷെ ചക്രത്തിനകത്ത് വെക്കുമ്പോൾ കളിമണ്ണ് വല്യവാവിൽ കരയുന്ന ഒരു അനുഭവം. കാരണം വെട്ടേറ്റ് ഏറേറ്റ് ചവിട്ടി കുഴയ്ക്കപ്പെട്ട കളിമണ്ണ് ഇപ്പോൾ ചക്രത്തിന്റെ മുകളിൽ നിന്ന് കരയുകയാണ്. കാരണം ആ ചക്രത്തിന്റെ ഭാഗം ഇതുവരെ അതിന് അനുഭവവേദ്യമല്ല. പക്ഷേ കുശവൻ അതിനെ ആ ചക്രത്തെ ഒന്ന് കറക്കുമ്പോൾ, ഇവത്തിന്റെ ജനമേ, അതിശീക്രം കറങ്ങുന്ന കളിമണ്ണ് ചക്രത്തിൽ ഇരുന്നു കൊണ്ട് വല്ലുവാവൽ കരയുന്ന, ഒരുപക്ഷെങ്കിൽ തല കറങ്ങുന്നത് പോലെ ചില അനുഭവങ്ങൾ ആ ജീവിതാനുഭവത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഈ രാവിലെ സമയം ഞാൻ പറയട്ടെ, ആമൻ ഹല്ലേലൂയ ആർക്കും വേണ്ടാതെ കിടന്ന കുശവൻ വെട്ടിക്കൊണ്ടുവന്ന് എറിഞ്ഞ് ചവിട്ടി കുഴച്ച് ആമൻ ഹല്ലേലൂയ ചക്രത്തിനകത്ത് വെച്ച് അത് ശീഘ്രം കറക്കുമ്പോൾ, ആമൻ ഹല്ലേലൂയ ആ ചക്രത്തിനെ കറക്കുന്ന ഒരു കുശവൻ ചക്രത്തിന്റെ അടുക്കൽ ഇരിപ്പുണ്ട്. ആ കുശവന്റെ 10 വിരലുകളും ആമൻ ഹല്ലേലൂയ ആ കളിമണ്ണിലേക്ക് കറങ്ങുന്ന കളിമണ്ണിലേക്ക് വരുമ്പോൾ, ഇവത്തിന്റെ ജനമേ, കുശവന്റെ കൈവിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബലം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഒന്ന് ഓടിക്കുമ്പോൾ, ആമൻ ആ കളിമണ്ണ് ഒരു പാത്രമായി ആ ചക്രത്തിനകത്ത് തീർന്നു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. രാവിലെ സമയം ഇപ്രകാരം വിളിച്ചു പറയട്ടെ, ആമൻ ആർക്കും വേണ്ടാതെ കിടന്നത് ആമൻ ഹല്ലേലൂയ സ്തോത്രം വെട്ടേറ്റ് ആമൻ ചവിട്ടി കുഴച്ച ആമൻ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ
ഉണ്ടെങ്കിൽ അല്ല, ചക്രത്തിനകത്തൂടെ കടന്നു പോകുന്ന കഴിഞ്ഞ കാല അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, ഈ രാവിലെ സമയം ദൂത് കൈമാറുന്നു. അതിന്റെ നടുവിൽ വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ പൈതലെ, നാം തനിച്ചല്ല. നമ്മെ അതിനകത്ത് വെച്ച ഒരു കുശവൻ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. ആ കുശവൻ അതിനെ ഒരു പാത്രമാക്കി മാറ്റുമ്പോൾ കരയുന്ന കളിമണ്ണിന് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ അതൊരു പാത്രമായി പുറത്തു വരികയാണ്. ആമേൻ ഹല്ലേലൂയ. രാവിലെ സമയം ആമേൻ ദൈവജനമേ, അതൊരു പാത്രമായി പുറത്തു വരുമ്പോൾ ആ കളിമണ്ണിൽ ഉണ്ടായ രൂപമാറ്റം അതിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഞാനൊരു കളിമണ്ണല്ല, ഞാനൊരു പാത്രമായി മാറിയിരിക്കുകയാണ്. കുശവൻ ആ പാത്രത്തെ കയ്യിലെടുക്കും. ആമൻ കൈയെടുക്കുക മാത്രമല്ല, അതിനെ തീച്ചൂളക്കകത്തേക്ക് കൊണ്ടുപോയി വെക്കുന്ന ഒരു സമയമുണ്ട്. ആമേൻ ഹല്ലേലൂയ. തീയുടെ ചൂടടിക്കുമ്പോൾ അയ്യോ, ചൂടിന്റെ അനുഭവത്തിലൂടെ, തീച്ചൂളയിലൂടെ കടന്നു പോകാത്ത കളിമൺ പാത്രം അതിനെ തീച്ചൂളക്കകത്തേക്ക്, ഒരു ചൂളക്കകത്തേക്ക് കയറ്റി വെച്ച് ആമേൻ ഹല്ലേലൂയ, ചൂളയുടെ ചൂടടിച്ച് ആമേൻ അതിന്റെ ആ കളറ് മാറി, ദൃഢത കൂടി, ആമേൻ തീച്ചൂളയുടെ അനുഭവത്തിൽ ആമേൻ വല്ലുവാവിൽ കരയുന്ന ഒരു പാത്രം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. യുവജനമേ, കരഞ്ഞു തളർന്നൊരു രാത്രി മുഴുവൻ തീച്ചൂളക്കകത്തിരുന്ന് കരഞ്ഞു ഉറങ്ങിപ്പോയ ആ പാത്രത്തെ പിറ്റേ ദിവസം രാവിലെ കുശവൻ പുറത്തെടുക്കുന്ന ഒരു സമയമുണ്ട്. എന്നിട്ട് അതിനെ നല്ല രീതിയിൽ ഒന്ന് തട്ടി നോക്കുന്ന സമയമുണ്ട്. നല്ല നാദം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം ഒരു പാത്രം പുറത്തു വരുന്നത് ഇപ്രകാരമാണെങ്കിൽ, ആമേൻ തീച്ചൂള സമാനമായ ജീവിതാനുഭവത്തിനകത്തൂടെ കടന്നുപോയ വ്യക്തികൾ ഈ രാവിലെ സമയം കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ ദാസൻ ആമേൻ പ്രീതിമന്ത്രവിടെ ആയിരിക്കുമ്പോൾ അവൻ ഞങ്ങൾക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞു. എന്റെ ദാസനോടുള്ള ബന്ധത്തിൽ അനേക അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. ആമേൻ ദാസന്റെ ഓപ്പറേഷൻ നടന്ന സമയങ്ങളെല്ലാം ഞങ്ങളെ അതിന്റെ ഫോട്ടോസ് കാണിക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. ആ സ്തോത്രം. ഒരിക്കലും ആമേൻ ഞങ്ങളുടെ വിഷയം വലുതായിട്ട് വന്ന് ഞങ്ങൾ അഭിഷിക്തന്റെയൊക്കെ വിഷയം കണ്ടപ്പോൾ ഞങ്ങളുടെ വിഷയം ഒന്നുമില്ല. ആമേൻ ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ കുഞ്ഞിന് ആമേൻ സീരിയസ് ആയിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയം. യുവജനമേ, അതമേ യഥാർത്ഥ തീച്ചൂളക്കകത്തൂടെ ഓമേൻ 1.5 വർഷം കടന്നുപോയ ജീവിതാനുഭവങ്ങള്. എന്നാൽ രാവിലെ സമയം ഞാൻ വിളിച്ചു പറയട്ടെ, ആ തീച്ചൂളക്കകത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല. ആ തീച്ചൂളക്കകത്ത് നമ്മളെ ആക്കുന്ന ഒരുവൻ നമ്മളോട് കൂടെയുണ്ട്. ആമേൻ ഹല്ലേലൂയ. രാവിലെ സമയം ഇപ്രകാരം പറയുന്നു, നീ എന്നെ 6 കഷ്ടത്തിലൂടെ കടത്തിവിട്ടു, ഒന്നിലൂടെ കടത്തിവിട്ടാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പൊന്നുപോലെ പുറത്തു വരത്തക്ക രീതിയിൽ ആമേൻ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ആമേൻ തീച്ചൂളക്കകത്തും നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. ബാബിലോണിലെ രാജാവ് പറഞ്ഞൊരു കാര്യം എന്താ? നമ്മൾ 3 പേരെ തീച്ചൂളക്കകത്തേക്ക് വലിച്ചെറിഞ്ഞത്, എന്നാൽ ഇപ്പോൾ 4 പേരെ അതിനകത്ത് കാണുന്നു. 4-മത്തിന്റെ മുഖം ദൈവത്തിന്റെ മുഖത്തോട് സാദൃശ്യമാണ്. ദൈവത്തിന്റെ ജനമേ, ആമേൻ തീച്ചൂള സമാനമായ ജീവിതത്തിന്റെ അനുഭവത്തിന് നടുവിൽ ആമേൻ നാം തനിച്ചല്ല, ദൈവം നമ്മളോട് കൂടെയുണ്ട്. അവൻ ഇവിടെ അവൻ ആ പാത്രത്തെ അപ്രകാരം ആമനായി വന്ന പാത്രത്തിലാണ് ആമേൻ ഈ അത്യന്ത ശക്തി ദൈവത്തിന് പകരുവാൻ കഴിയത്തുള്ളൂ. ആമേൻ സുവിശേഷത്തിനകത്ത് പറയുന്നു, ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ പഴയ തുരുത്തി ആമേൻ ഒരിക്കലും ആ തുരുത്തിക്കകത്ത് ഹല്ലേലൂയ ആമേൻ വീഞ്ഞ് പകരത്തില്ല. അത് ഉടഞ്ഞു പോകും. തുരുത്തി ഉടഞ്ഞു പോയി വീഞ്ഞ് നഷ്ടമാകുന്നത് കൊണ്ട് പുതിയ തുരുത്തിയിൽ പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞിനെ പകരുമെന്ന് കാണുവാൻ കഴിയുന്നു. ആമേൻ. ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ജനമേ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളാകുന്ന മൺപാത്രത്തിലാണ് പകർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാവിലെ സമയം ഞാൻ ഇപ്രകാരം പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളുമാകുന്ന മൺപാത്രത്തെ ആമേൻ ഉടയാതെ സൂക്ഷിച്ച, ആമേൻ കേടുവരാതെ സൂക്ഷിച്ച, അശുദ്ധമാകാതെ നമ്മളെ പൊതിയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷൻ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഒരു വാക്ക് കൂടി ഞാൻ വേഗത്തിൽ വായിക്കട്ടെ. ആമേൻ. സംഖ്യാപുസ്തകം 19-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: മൂടിക്കെട്ടാതെ തുറന്നിരിക്കുന്ന പാത്രമെല്ലാം അശുദ്ധമാകും. ഒരു പാത്രം കഴുകിക്കൊണ്ടുവന്ന് അത് കമഴ്ത്തിയാണ് വെക്കുന്നത്. ആമേൻ മലർത്തി വെക്കത്തില്ല ആരും. കാരണം എന്താ? അത് അശുദ്ധമാകാതിരിക്കാൻ വേണ്ടിയാ. ഇവിടെ നാം ആകുന്ന പാത്രത്തെ ദൈവത്തിന് മൂടിക്കെട്ടണം. കാരണം ഇത് ഒന്നാമത്തെ റീസൺ ഇത് അശുദ്ധമാകാതിരിക്കാൻ വേണ്ടിയാ. അവൻ സമാഗമന കൂടാരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ പണികൾ, അതിന്റെ പ്ലാൻ ദൈവം മോശയെ കാണിക്കുന്നു. അത് പണിയുന്നത് ബെസലേലാണ്. ആമേൻ. ഹൂരിന്റെ കൊച്ചുമകനായി ഊരിയുടെ മകനാകുന്ന ബെസലേലാണ് സമാഗമന കൂടാരത്തിലെ പണികൾ ചെയ്യുന്നത്.
ആമേൻ. ബെസലേല് സമാഗമനത്തിന് പണികൾ ചെയ്യും, അതിനകത്ത് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് ബെസലേല. അത് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്ന തടി കതിരമരമാണ്. ആമേൻ. പുറപ്പാട് പുസ്തകം 37:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ കതിരമരം കൊണ്ട് നിയമപ്പെട്ടകം ഉണ്ടാക്കി. അല്ലേലും കതിരമരം കൊണ്ട് ആമേൻ. കല്ലേലിയ സമാഗമനത്തിന്റെ ആമേൻ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞ തടി കതിരമരമാ. അത് വനാന്തരത്തിനകത്താ. ആമേൻ. കതിരമരം ഏതാണ്ട് 6 മീറ്റർ നീളം, 4 മീറ്റർ നീളം വരുന്നതാണ് ഇതിന്റെ ഉയരം. ഇതിന്റെ തടി മഞ്ഞയാ, പൂ മഞ്ഞയാ, നല്ല ദൃഢതയുള്ള തടിയാണ് കതിരമരം. പക്ഷേ ഇത് നിൽക്കുന്നത് വനാന്തരത്തിനകത്താ. ആ വനാന്തരത്തിനകത്തു നിന്ന് വെട്ടിക്കൊണ്ട് വന്ന് ഇതിനെ പാകമാക്കി പണിയേണ്ടത് ബെസലേല. ബെസലേല് നിയമപ്പെട്ടകം പണിത് കഴിയുമ്പോൾ വചനം പറയുന്നു, അത് ഇത്ര അളവിൽ ഇതിൽ ഇത് പണിത് കഴിയുമ്പോൾ ദൈവത്തിന്റെ ജനമേ, അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ആ നിയമപ്പെട്ടകത്തെ അകവും പുറവും പൊന്നുകൊണ്ട് പൊതിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസന്മാരെ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. സമാഗമനത്തിനകത്തെ ഉപകരണങ്ങൾ, നിയമപ്പെട്ടകം, കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം, ഇതെല്ലാം പണിയാൻ പറഞ്ഞ തടി കതിരമരമാ. ആമേൻ. പറഞ്ഞ ദൈവത്തിനും ആമേൻ അതിന്റെ പ്ലാൻ കണ്ട മോശയ്ക്കും പണിത ആമേൻ ബെസലേലിനെ അറിയത്തുള്ളൂ ഇതിന്റെ തടി കതിരമരമാണെന്ന്. പക്ഷേ ആമേൻ സമാഗമന കൂടാരത്തിനകത്ത് വരുന്ന ഒരു യഹൂദന് കാണുവാൻ കഴിയുന്നത്, ഒരു പുരോഹിതന് കാണുവാൻ കഴിയുന്നത് ആമേൻ സ്വർണം കൊണ്ട് മുഴുവൻ പണിതിട്ടിരിക്കുന്ന ഒരു കാഴ്ചയപ്പത്തിന്റെ മേശയാ. ആമേൻ. ഒരു മഹാഭാവപരിഹാര ബലിസമയം അകത്ത പ്രാകാരത്തിനകത്ത്, നിയമപ്പെട്ടകത്തിനകത്ത് അടുത്ത് ചെന്ന് യാഗം കഴിക്കുവാൻ നറുക്കു വീഴുന്ന ഒരു പുരോഹിതന് കാണുവാൻ കഴിയുന്ന മുഴുവൻ പൊന്നുകൊണ്ട് പണിതിട്ടിരിക്കുന്ന ഒരു നിയമപ്പെട്ടകത്തെയാ. തടി കതിരമരമാണെന്ന് പുറത്ത് കാണാതെ വണ്ണം ഇതിന്റെ പണി കഴിയുമ്പോൾ അകവും പുറവും പൊന്നുകൊണ്ട്. എന്തിനു വേണ്ടിയാ? ആമേൻ. ദൈവത്തിന്റെ ജനമേ, സമാഗമന കൂടാരത്തില് ആമേൻ പണിതിരിക്കുന്ന, അതിന് പൊന്നുകൊണ്ട് പണിതിട്ടിരിക്കുന്ന ഇതുപോലെ തന്നെയാണ് അത്യന്ത ശക്തി നമ്മുടെ മേൽ ഒന്ന് പൊതിഞ്ഞ് ആമേൻ അശുദ്ധമാകാതെ നമ്മെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ആത്മശക്തി കൊണ്ട് നമ്മളെ പൊതിഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇത് അശുദ്ധമാകാതിരിക്കാൻ പാത്രം. 2 ഇത് നിത്യതയിലെത്താനാ. ഞാനിവിടെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ദാസനാകുന്ന ഗിദെയോൻ മിദ്യാനെതിരെ ശക്തമായി എഴുന്നേൽക്കുമ്പോൾ ഗിദെയോന്റെ കൂടെ 3 കൂട്ടമാ ഉള്ളത്. 300 പേരാ ഉള്ളത്. ആ 300 പേരെ 3 കൂട്ടമാക്കി മാറ്റിയിട്ട് ആ 300 പേരുടെ കയ്യിൽ ഗിദെയോൻ കൊടുത്തൊരു കാര്യമുണ്ട്. ഒരു കയ്യിൽ കാഹളം, മറ്റേ കയ്യിൽ വെറും കുടം, കുടത്തിനകത്തൊരു പന്തമെന്ന വചനം വായിക്കുന്നത്. ആമേൻ. ന്യായാധിപന്മാർ 7-ാം അധ്യായത്തിനകത്തുണ്ട്. 15, 16, 17 വാക്യത്തിൽ പറയുന്നുണ്ട്. ഗിദെയോൻ ആ 300 പേരെ 3 കൂട്ടമാക്കി മാറ്റിയിട്ട് അവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു കയ്യിൽ കാഹളവും മറു കയ്യിൽ വെറും കുടവും, കുടത്തിനകത്ത് പന്തം. അല്ലേ, ഇങ്ങനെ കുടത്തിനകത്ത് ആ പന്തം. ആമേൻ. ഗിദെയോൻ ഒരുമിച്ച് കാഹളം മൂതുമ്പോൾ ഈ കുടം ഉടയണം, എങ്കിലേ പന്തം പുറത്തു വരത്തുള്ളൂ. ദൈവത്തിന്റെ ജനമേ, ആമൻ. അവിടെ അങ്ങനെയാണ് വായിക്കുന്നത്. ആമൻ. ഒരു കയ്യിൽ കാഹളവും മറ്റേ കയ്യിൽ വെറും കുടവും, കുടത്തിനകത്ത് പന്തവും കൊടുത്ത് ഗിദെയോനും മറ്റുള്ളവർ ഒരുമിച്ച് കാഹളമൂതുമ്പോൾ കുടമുടഞ്ഞ് പന്തം പുറത്തു വരണമെന്ന് വചനം വായിക്കുന്നത്. ആമേൻ. ഇതിന്റെ ആത്മീയ അർത്ഥം എന്താ? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ആമേൻ ക്രിസ്തുവിൽ മരിച്ചവർ, അഥവാ കാഹളനാദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ കല്ലറകൾ ആമേൻ പിളരും. ആമേൻ. കല്ലറകൾ പൊട്ടി ആമേൻ അന്ന് അവരെ അടക്കിയിരിക്കുന്നവർ പുറത്തു വരുമെന്ന് വചനം വായിക്കുന്നു. അവര് മാത്രമല്ല, അവരോടുകൂടെ ജീവനോടുകൂടെ ആയി നാം ഓരോരുത്തരും അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടത്തക്ക രീതിയിൽ ആമേൻ. ദൈവജനമേ, കർത്താവിന്റെ വരവെങ്കിൽ ആമേൻ സ്തോത്രം. പൗലോസ് പറയുന്നുണ്ട്, ആമേൻ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ആമേ കണ്ണിമയ്ക്കുന്ന ഇടയിൽ ആമേൻ സ്തോത്രം. കാഹളനാദം കേൾക്കുമ്പോൾ കണ്ണിമയ്ക്കുന്ന ഇടയിൽ ഞാൻ കർത്താവിന്റെ അടുക്കൽ എടുക്കപ്പെടും. റാപ്ചർ നടക്കുമ്പോൾ ആമേൻ. ദൈവജനമേ, ഞാനും നിങ്ങളുമാകുന്ന മൺകൂടാരം, മൺപാത്രം ഉടയണം. ഉടഞ്ഞെങ്കിലേ ഇതിനകത്ത് തന്നിരിക്കുന്ന അത്യന്ത ശക്തിയാകുന്ന ഈ പരിശുദ്ധാത്മ സാന്നിധ്യം ആത്മാവുമായി പുറത്തു വരത്തുള്ളൂ. ഈ രാവിലെ സമയം ദൈവാത്മാവി ദൂത് കൈമാറട്ടെ. ആമേൻ. ദൈവജനമേ, കർത്താവിന്റെ വരവടുക്കൽ വാതിൽക്കൽ എത്തി നിൽക്കുന്നു.
ഈ രാവിലെ സമയം ഈ അത്യന്ത ശക്തി പ്രാപിച്ച ദൈവത്തിന്റെ ജനത്തോട് ഞാൻ ദൂത് കൈമാറുന്നു. ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന കർത്താവിന്റെ വേല ചെയ്യുവാനും അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനും അനേകരെ തീക്കകത്തുനിന്ന് വലിച്ചെടുക്കുവാനും അനേകരെ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാനും ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നപ്പോൾ തന്നെ അവിടുത്തെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഈ അത്യന്ത ശക്തി തീർന്നേ മതിയാകൂ. ആമേനെങ്കിൽ മാത്രമേ ഇവിടുന്ന് കയറി പോകാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതിനുവേണ്ടി നിത്യതയിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ പാത്രത്തെ അശുദ്ധമാകാതെ ആമേൻ ഈ ആത്മശക്തി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്നു, ആ പാത്രം, ആ നിക്ഷേപം ഞാനും നിങ്ങളുമാകുന്ന മൺപാത്രത്തിലാണ് പകർന്നിരിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ രാവിലെ സമയം അരുമനാഥന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആത്മസാന്നിധ്യം വെളിപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, നമ്മുടെ ഓരോ ദിവസവും കർത്താവ് നമുക്ക് നൽകി തരുമ്പോൾ അവന്റെ ആത്മശക്തിയാൽ ഓടുവാൻ, ആത്മശക്തിയാൽ കർത്താവ് നാമത്തിൽ നിൽക്കുവാൻ, ആത്മശക്തിയാൽ ദൈവത്തിന് വേണ്ടി അനേകരെ നേടിയെടുക്കുവാൻ ദൈവം നമ്മളെ ആത്മശക്തിയാൽ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പത്രോസിനെ പ്രഥമ ശിഷ്യനാക്കി കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ ദാസൻ ആ മേഖല കേവലം ഒരു മുക്കുവര, പത്രോസിനെ തിരിഞ്ഞു നോക്കാൻ ഒരു ഇതും യോഗ്യതയും പത്രോസിലില്ല. പക്ഷേ തിരുവചനം പറയുന്നു, സ്തോത്രം, തിരുവചനം പറയുകയാണ്, കർത്താവിന്റെ ദാസൻ പത്രോസിനെ ഹല്ലേലൂയ സ്തോത്രം പെന്തക്കോസ്ത് നാളിൽ 11 പേരോടുകൂടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് ഹല്ലേലൂയ സ്തോത്രം ആത്മശക്തിയോടുകൂടി നിന്നു കഴിഞ്ഞപ്പോൾ തിരുവചനം വായിക്കുന്നു, പത്രോസിന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകത്തക്ക രീതിയിൽ പത്രോസിന്റെ നിഴലിൽ പോലും ആത്മശക്തി വ്യാപരിക്കുവാനിടയായി. ആമേൻ, ആമേൻ. പത്രോസിന്റെയും യോഹന്നാന്റെയും കൈ കീഴെ ഹല്ലേലൂയ സ്തോത്രം അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവൻ ചാടി എഴുന്നേൽപ്പിച്ച അനുഭവം, മരിച്ച തബീതയെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവം എന്നു വേണ്ട ഇന്ന് രാവിലെ സമയം ആത്മശക്തി നാമാകുന്ന മൺപാത്രത്തിലാണ് പകർന്നിരിക്കുന്നത്. ഒന്ന്, ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ ഉടഞ്ഞു പോകുമല്ല. കർത്താവിന്റെ വരവെങ്കിൽ ഈ മൺപാത്രം ഉടയും. ഇതിനകത്ത് തന്നിരിക്കുന്ന ആത്മസാന്നിധ്യം പുറത്ത് കർത്താവിന്റെ അടുക്കൽ കരേറി പോകണമെങ്കിൽ ഈ രാവിലെ സമയം നമ്മെ തന്നെ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അരുമനാഥനെ ദൈവമേ, രാവിലെ സമയം കർത്താവിന്റെ ദാസനെയും എല്ലാ ജനത്തെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തീച്ചുള്ള സമാനമായ അനേക സംഭവങ്ങളുടെ നടുവിലും പ്രാർത്ഥന കേട്ട ദൈവം ഞങ്ങളെ വിടുവിച്ചു. അഭിഷേകൻ മിനിസ്ട്രി ശക്തമായിട്ടായിരിക്കുന്നു. ദൈവലയിൽ വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. രാവിലെ സമയം അടിയനെ താഴ്ത്തുന്നു, കുഞ്ഞിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വിടുതലിനായി സ്തോത്രം, യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടത്. പൗലോസ് പറയുകയാണ്, ഈ അത്യന്ത ശക്തി ദൈവം നമ്മുടെ മൺകൂടാരങ്ങളിൽ, മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുകയാണ്. നമുക്കറിയാം മൺപാത്രങ്ങളുടെ പ്രത്യേകത. നമുക്കറിയാം, നാട്ടിലൊക്കെ കഴിഞ്ഞ തലമുറയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്, നമ്മുടെ പേരൻസ് എല്ലാം ഉപയോഗിച്ചിരുന്നതാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോകും. അലൂമിനിയം പാത്രമോ മറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ആണെങ്കിൽ താഴെ വീണാലും പ്രശ്നമില്ല. ഇത് ശരിക്കും സൂക്ഷിച്ചില്ലെങ്കിൽ ഒന്ന് ശക്തിയായിട്ട് തട്ടിയാൽ പൊട്ടിപ്പോകും. പ്രിയമുള്ളവരെ, നമ്മുടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉപമയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതുപോലത്തെ ഒരു മൺപാത്രമാണ്. ഈ കണ്ടാലൊക്കെ നല്ലതാണ്, പക്ഷെ എത്ര നേരം വേണം? ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം മതി നമ്മുടെ ശരീരവും ജീവിതവും ഒക്കെ തകർന്നു പോകാൻ. നമ്മളത് ദിനംതോറും അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവിന്റെ ദാസന്റെ അനുഭവത്തിലൂടെ ഇത് ബുദ്ധി കൊണ്ട് പഴടിച്ച് പറയുന്നതിലുപരി തന്റെ അനുഭവത്തിലൂടെ പറഞ്ഞതാണ്. നമുക്കറിയാം ആ മൺപാത്രം എങ്ങനെയാ കുശവൻ ഉണ്ടാക്കുന്നതെന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ. മണ്ണ് കൊണ്ടുവന്ന് ചവിട്ടി കുഴച്ച് അതിനെ വെച്ച് ഭയങ്കരമായിട്ടുള്ള സ്പീഡിൽ കറക്കി അതിനെ രൂപപ്പെടുത്തി അതിനുശേഷം ആ ചൂളയിലേക്ക് വെച്ച് അത് ആ അതിഭയങ്കരമായ ആ ചൂടിലാണ് ആ മൺപാത്രം ഉറച്ച് ഒരു മനോഹരമായ പാത്രമായിട്ട് വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം പണിയുന്ന സമയത്ത് ആ മൺപാത്രം അതിനെ പണിയുന്ന സമയത്ത് എത്ര ശക്തമായിട്ട് എതിർക്കുകയും ആ കുശവനെ പ്രാകുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ദൈവം നമ്മളെ പണിയുന്നതായിട്ടുള്ള സമയത്ത് ദൈവം പണിയുന്നതായിട്ടുള്ള ആ മൺപാത്രങ്ങളിൽ മാത്രമേ ദൈവത്തിന്റെ അത്യന്ത ശക്തിയായ ആ നിക്ഷേപം, പരിശുദ്ധാത്മാവ് എന്ന നിക്ഷേപത്തെ വെക്കുന്നത് ദൈവം പണിയുന്ന പാത്രത്തിൽ മാത്രമേ ദൈവം വെക്കുകയുള്ളൂ. ദൈവം
പണിയാത്ത മൺപാത്രങ്ങളിൽ അത് വെക്കത്തില്ല. അതുകൊണ്ട് നമ്മള് ഇതുപോലെയുള്ള ഭയങ്കരമായിട്ടുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ പണിയുകയാണ്. ആഴമായിട്ടുള്ള വിശ്വാസത്തോടുകൂടെ ആ ബോധ്യമുള്ളവരായിട്ട് നമുക്ക് ആയിരിക്കാം. പൗലോസിനോട് പറഞ്ഞ്, നിന്നെ ഒരു പാത്രമാക്കും, എന്റെ ആ ശക്തിയെ പകരുന്ന, എനിക്ക് വേണ്ടി ആ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാത്രമാക്കി കർത്താവ് നമ്മൾ എല്ലാവരെയും അതുപോലെയുള്ള പാത്രങ്ങൾ ആക്കിയിരിക്കുകയാണ്. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ആ തീച്ചൂളയുടെ ഒക്കെ അനുഭവത്തിൽ കർത്താവിന്റെ ദാസനായിരുന്നു. എന്നാൽ കർത്താവ് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ മകൾക്ക്, പാസ്റ്ററിന്റെ മകൾക്ക് പരിപൂർണമായ ഒരു സൗഖ്യത്തോടുകൂടി അവള് നല്ല വ്യക്തിയായിട്ട് വരുന്നതിന് വേണ്ടി ശക്തിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അനുഭവങ്ങളൊക്കെ ചുമ്മാതെ കർത്താവ് തരുന്നതല്ല. ഇത് ആ അനുഭവങ്ങളിലൂടെ നമുക്കറിയാം, പൗലോസിനെ എത്ര വലിയ പീഡനങ്ങളിൽ കൂടെ, എത്ര വലിയ വല്ലാത്ത അനുഭവങ്ങളിൽ കൂടെയാണ് പൗലോസ് പോയത്. നമുക്കറിയാം, ആ പൗലോസ് സുവിശേഷത്തിലേക്ക് വന്ന സമയം മുതൽ, ആ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് മാനസാന്തരപ്പെട്ട ആ സമയം മുതല് ദമസ്കോസിൽ വെച്ച് തന്നെ യഹൂദന്മാർ അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അന്ന് മുതല് തന്റെ ജീവിതം എത്രയോ വർഷങ്ങൾ ഉള്ള ഒരു വാർദ്ധക്യത്തിലെത്തുന്നവർ ആ ജീവിതം മുഴുവൻ തന്നെ കൊല്ലുന്നതിന് വേണ്ടി, നമുക്കറിയാം 40 പേര് ഉപവാസം എടുത്തു, ഇനി ഞാൻ കൊല്ലുന്നത് വരെ ഒന്ന് വെള്ളം പോലും കുടിക്കത്തില്ലെന്ന്. അങ്ങനെയൊക്കെ അത്രമാത്രമുള്ള പീഡന അനുഭവങ്ങളിലൂടെയാണ് പൗലോസ് പോയത്. നമുക്കറിയാം, ആദിമ പിതാക്കന്മാരെല്ലാം അങ്ങനെയാണ് പോയത്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തിന് വേണ്ടി ശക്തമായി നിലനിൽക്കുന്നവര് അങ്ങനെയൊക്കെയുള്ള പീഡനങ്ങളുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മളാകുന്ന മൺപാത്രങ്ങളെ പണിയുകയാണ്. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസൻ അത്ര ശക്തമായിട്ട് തന്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ തിരുവചനത്തിൽ നിന്ന് നമ്മൾ സംസാരിച്ചു. നമ്മളത് കേട്ട് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോകാനല്ല, അത് ഇനിയും പിന്നീട് യൂട്യൂബിൽ കാണുന്നവരാണെങ്കിലും പ്രിയമുള്ളവരെ, ഇത് നല്ലതാണെന്ന് പറയാനല്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ പണിയുമ്പോൾ അത് മനസ്സിലാക്കുന്നതിനും അതിനോട് മറുതലിക്കാതെ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിനും ഈ തിരുവചനവും തിരുവചന ധ്യാനവും നമുക്ക് മുഖാന്തരമാകട്ടെ. അതിന് കർത്താവ് തന്റെ ആത്മാവ് മൂലം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന് ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ ദൈവവേലയിൽ വർദ്ധിച്ചു വരുന്നതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രേരണയുടെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.